ഹായ് ഹലോ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുറേ ആൾ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് ഈ ഓൺലൈൻ ബിസിനസ്സിൻ്റെ നിങ്ങൾ കറക്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും. ഞങ്ങൾ കുറേ ആൾക്കാരോടായി ചോദിക്കുന്നത്, ആരും പറഞ്ഞു തരുന്നില്ല, നിങ്ങളെ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ നല്ല ഇഷ്ടമായി എല്ലാം പറഞ്ഞിട്ട് കുറേ ആളായി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പിന്നെ കുറേ ആൾക്ക് ഞാൻ ഇൻസ്റ്റയിൽ കുറേ ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിന്, കുറേ ആൾക്ക് ഞാൻ ആരാണ് ഹോൾസെയിലർ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി, കുറേ ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിന്. മലയാളികളെ പറഞ്ഞു തരുമോ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ കുറച്ച് ആൾക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയച്ചവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യണം. പിന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് ബിഗിനറാണ്, അപ്പോൾ ബിഗിനേഴ്സിനുള്ള എങ്ങനത്തെ മോഡലാണ് നല്ല മൂവിങ് ആയിട്ടുള്ളത് അങ്ങനത്തെ എല്ലാം മോഡൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചാളെ വോയിസ് എനിക്കൊരു മറുപടി തരുമോ? കോഴിക്കോട് ഞാൻ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് വന്നതാണ്. എനിക്കൊരു ജ്വല്ലറി ബിസിനസ് തുടങ്ങണമെങ്കിൽ കോഴിക്കോട് ഏതൊക്കെ കടകളാണ് മിനിമം ഇത്ര സംഖ്യക്ക് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധമില്ലാത്ത കടകളുണ്ടെങ്കിലും എനിക്കൊരു മറുപടി തന്ന ഉപകാരമായിരുന്നു. 14 രൂപ ഒക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങനെ പിന്നാക്കം നിൽക്കണം. നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കുക, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഇവിടുന്ന് വാങ്ങുക, അതും പിന്നെ ഒരു ഉപകാരപ്രദമാകുന്ന വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ നല്ല വലിയ ഉപകാരമായിരുന്നു. പിന്നെ എനിക്ക് നമ്മൾ ഇപ്പോൾ സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി തരം ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ, ഗ്യാരണ്ടി വേണമെന്നില്ല, പക്ഷേ സ്വർണ്ണം പോലെ തോന്നിക്കുന്നത് ഉമ്മമാരൊക്കെ അധികം യൂസ് ചെയ്യണത്, കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യണത്, അത്തരം ആഭരണങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക? ബ്രേസ്ലെറ്റ് ലേഡീസിൽ തന്നെ ഇച്ചിരി ഏജ് ആയവർ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് സ്വർണ്ണത്തിന് പകരമായിട്ട് ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ബ്രേസ്ലെറ്റ്, അത്തരം സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞു തരുമോ? ആൻറ്റി ടർണിഷ് അല്ലാണ്ട് ഇതും കോഴിക്കോട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കടകളുടെ പേരോ സ്ഥലമോ. പിന്നെ എല്ലാവരും ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, റീസെല്ലിങ് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് കുറേ ആൾ ചോദിച്ചിന്. ഞാൻ റീസെല്ലിങ് ചെയ്യുന്നുണ്ട്, എനിക്ക് റീസെല്ലിങ്ങിന് ഗ്രൂപ്പും ഉണ്ട്. റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾ മെസ്സേജ് അയച്ചിന്, റീസെല്ലിങ് ചെയ്യാൻ ഗ്രൂപ്പുണ്ട്. പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസ്, ഞാൻ പാക്കിംഗ് മെറ്റീരിയൽസ് അറിയാൻ വേണ്ടി ഞാൻ ബോക്സ് ഐറ്റംസ് വാങ്ങിയത് ഞാൻ മീഷോന്നാണ് വാങ്ങിയത്. അതിൻ്റെ ഇതുമാണ് ഞാനിവിടെ കൊടുക്കുക. മീഷോന്ന് ഞാൻ വാങ്ങിയത് ബോക്സ് 25 പീസിന്. പിന്നെ കൊറിയർ കവർ ഞാൻ ബൾക്കായിട്ടാണ് വാങ്ങിക്കൽ. ഞാൻ ഓരോ പീസ് വെച്ചിട്ട് ഞാൻ വാങ്ങലില്ല, അത് നമുക്ക് നഷ്ടമാണ്. ഒരു പീസിന് 5 രൂപയെല്ലാം വരും, 5 രൂപയെല്ലാം വരും. പാക്ക് വാങ്ങുമ്പോൾ നമുക്കത് ഒരു 250 ആ ഒരു സംതിങ് റേഞ്ചിലായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത്. ഏറ്റവും കൂടുതൽ അത് ഞാൻ ഈ ഷോപ്പിൽ ക്രാഫ്റ്റ് ഷോപ്പിലെല്ലാം അത് കിട്ടുന്നത്. ക്രാഫ്റ്റ് ഷോപ്പ് പിന്നെ പാക്കിംഗ് മെറ്റീരിയൽസിൻ്റെ തന്നെ ഷോപ്പെല്ലാം ഉണ്ടാകുന്നില്ല, അവിടെ നിന്നെല്ലാം അത് കിട്ടുന്നുണ്ട്. ബബിൾ റാപ്പ് അത് വാങ്ങലുണ്ട്. പിന്നെ ഞാൻ പാക്കിംഗ് ആയിട്ട് കുറേ ആർഭാടത്തിലൊന്നും ഞാൻ പാക്ക് ആക്കലില്ല, നോർമലാണ്. ഞാൻ ബബിൾ റാപ്പ് ചുറ്റും കൊറിയർ കവർ ഇടും, അങ്ങനെയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ബോക്സിൽ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ബോക്സിൽ കൊടുക്കും. പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ളവർക്കാണെങ്കിൽ ഞാൻ ബോക്സിൽ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാവർക്കും ഞാൻ ബോക്സിൽ തന്നെ ചെയ്തിട്ട് അങ്ങനെ എക്സ്പെൻസീവ് കൂട്ടലില്ല, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കസ്റ്റമർ വരുന്നത് റിപ്പീറ്റ് കസ്റ്റമറാണ് വരുന്നത്. നമ്മളെ വിശ്വസിച്ചിട്ട് തന്നെ പിന്നെയും വരുന്നവരാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ബബിൾ റാപ്പ് ചുറ്റിട്ട് സിമ്പിൾ ആയിട്ട് കൊറിയർ ആക്കിയിട്ട് അങ്ങനെയാണ് അയക്കുന്നത്. പിന്നെ സ്റ്റിക്കറിനത് ചോദിച്ചു. സ്റ്റിക്കർ അറിയുന്നത് ഞാൻ സ്റ്റിക്കർ അടിച്ചത് നമ്മൾ തന്നെ പ്രിൻറ്റ് ഷോപ്പ് ഉണ്ട് ഇവിടെ അടുത്ത് കാസർഗോഡായിട്ട്, നമുക്ക് പ്രിൻറ്റ് ഷോപ്പ് വരുന്നുണ്ട്. മോഡലാക്കിയിട്ട് ഞാൻ തന്നെ മോഡൽ ചെയ്യും. ഞാൻ എന്നിട്ട് അതിനെ സെറ്റാക്കിയിട്ട് ഒരു 3 പേജിൽ ഉൾക്കൊള്ളുന്ന ഐറ്റം അത്രയും ഞാൻ സ്റ്റിക്കർ ഏത് സൈസിൽ നോക്കി ഞാൻ തന്നെ സൈസ് കണക്കാക്കിയിട്ടാണ് ഞാൻ കൊടുക്കൽ. നിങ്ങൾക്ക് സൈസ് അവർ പറഞ്ഞെങ്കിൽ അവർ ചെയ്യും. ഡിസൈനിങ്ങിൻ്റെ പൈസ അത് ചാർജ് വേറെ കൂടുമായിരിക്കും. ഫസ്റ്റ് ഒരു പ്രാവശ്യം നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഡിസൈനിൽ തന്നെ പിന്നെയും സ്റ്റിക്കർ അടിക്കാൻ പറ്റും. അതുകൊണ്ട് അത് അത്ര എക്സ്പെൻസീവ് ആകുന്നില്ല, ചെറിയൊരു ചാർജ് അവർ കൂട്ടുന്നുള്ളൂ. അപ്പോൾ കുറേ ആളുടെ ഡൗട്ടാണ് നമ്മളെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി അതൊന്നും മൂവായി പോകുന്നില്ല എന്നുള്ള കുറേ ആളുടെ സംശയങ്ങളാണ്. പിന്നെ അതെന്താ നമ്മളെ അടുത്തുനിന്ന് മാത്രം മൂവ് ആവാത്തത്? ഞാൻ നല്ല ഐറ്റംസാണ്, നല്ല ട്രെൻഡിങ് ഉള്ളതാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരിൽ കുറച്ച് തിന്നായിട്ടുള്ളത് വേണമെന്ന് അറിയുന്നത്. അത് എങ്ങനത്തെ മോഡൽ തിന്നായിട്ടുള്ളത് അങ്ങനത്തെ മോഡൽസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ, നമ്മൾ ബിസിനസ്സിനെ പറ്റിയ പറഞ്ഞുതരാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബാംഗിൾസിൻ്റെ ഇത് കാണിച്ചു തരാം. ഞാൻ മനസ്സിൽ ക്യൂസിയുൻ്റെതാണ്, ക്യൂസിയുൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് നല്ല കട്ടിയും നല്ല തിന്നായിട്ടുള്ള നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ഇത് യൂസ് ആക്കാൻ പറ്റുന്ന എൻ്റെ ഉമ്മല യൂസ് ആക്കുന്നുണ്ട്, ഡെയിലി യൂസ് ആക്കുന്നുണ്ട്. ഇതുവരെ കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെ ഇത് വരുന്നത്. നേരെ നോക്കാം, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കാണാൻ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെ. ഇതുപോലത്തത് നല്ല മൂവിങ് ഉണ്ട്. ഈ മോഡൽ പിന്നായിട്ടുള്ളത് ഇത് നല്ല മൂവിങ് ഉണ്ട്. പിന്നെ വരുന്നത് സിമ്പിളും ആവാൻ പാടില്ല, ഹെവി ആവാൻ പാടില്ല, എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മോഡലാണ് ഇത് വരുന്നത്. നോക്കിയോ, ഇങ്ങനത്തെ നല്ല മൂവിങ് ഉണ്ട്. ഇതെല്ലാം എൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിന്. ഇത് ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് തീർന്നത്, കുറേ കളക്ഷൻസ് ഉണ്ടായി ഇങ്ങനത്തെ മോഡലിൽ. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി കുറേ ഇല്ല.
ഇത് ബാമ്പു ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ മോഡൽ ഇതിനെ പറയൽ ബാമ്പു എന്നാണ്, ബാമ്പു ബാങ്കിൾ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് എങ്ങനെയാണ് സൈഡിൽ നമ്മൾ ഓപ്പൺ ആയി കൊടുത്തെങ്കിൽ ഇങ്ങനെ സൈഡ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്. ഇതെല്ലാം തിന്നായിട്ട് വരുന്നതാണ്. ഇതെല്ലാം ഇങ്ങനത്തെ തിന്നാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഡെയിലി യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത്. തിന്നായിട്ടുള്ള ബാംഗിൾസ് ചോദിക്കുന്നുണ്ട്. ഇത് തിന്നായിട്ട് യൂസ് ആക്കാൻ പറ്റും, നമുക്ക് പെയറാക്കിയിട്ട് യൂസ് ആക്കാൻ പറ്റും. ഇപ്പോൾ 2-3 ബാംഗിൾ ഒന്നിച്ചിട്ട് യൂസ് ആക്കുമ്പോൾ പെയറായിട്ട് യൂസ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇതും ഒരു ഡെമോ പോലെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൊരു ബാംഗിൾ ഇട്ടു, പിന്നെ ഉള്ളിലൊരു ബ്രേസ്ലെറ്റും കൂടി വെച്ചിട്ടായിട്ട് ഇങ്ങനെ പെയറാക്കിയിട്ട് ഇടാൻ പറ്റും. ഇങ്ങനെ ബ്രേസ്ലെറ്റും കൂടി അല്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പെയറാക്കിയിട്ട് ഇടാൻ പറ്റും. ഇതിൻ്റെ ഒന്നിച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റും കൂടി കൊടുത്തെങ്കിൽ നല്ല ഉണ്ടാവും ഇത് പെയറാക്കിയെങ്കിൽ. കുറേ ആൾ പെയറാക്കിയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ കുറച്ച് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ഇൻസ്റ്റയിലുണ്ട് ഞാൻ പെയറാക്കിയത് ഇതെല്ലാം. ഇങ്ങനത്തെയാണ് സിമ്പിളായിട്ടുള്ളത് വരുന്നത്. പിന്നെ വരുന്നത് മാലയിലാണ്. മാലയിൽ നെക്ലേസിൽ ഇപ്പം എന്താണ് മൂവിങ്, നമ്മൾ എടുക്കുന്നത് അങ്ങനെ മൂവിങ് ഉണ്ടാകുന്നില്ല എന്നല്ല കുറേ ആൾ പറയുന്നത്. നെക്ലേസിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ട് ഉണ്ടാവല് ഒന്നുകിൽ ചാം നെക്ലേസ് ആയിരിക്കും വരുന്നത്. എപ്പോഴും ഇടാനും പറ്റും, നല്ല പാർട്ടി വെയറിലെല്ലാം ഇടാൻ പറ്റുന്ന നല്ല ഇതാണ് ഈ ചാംസിൻ്റെ ഇത് വരുന്നത്. പിന്നെ വരുന്നത് സിമ്പിൾ ലോക്കറ്റ് വരുന്നത്, സിമ്പിളായിട്ടുള്ള ലോക്കറ്റ് ഉള്ളതാണ്. അങ്ങനെ കുറേ ആളെന്നോട് പറഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും എന്നോട് വന്നിട്ട് നിങ്ങളെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കണ്ടിട്ട് മെസ്സേജ് അയക്കുന്നതെന്നല്ല പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യലില്ല മുമ്പിൽ വന്നിട്ട്. ഇത് ഫസ്റ്റ് ടൈം ആണ് എല്ലാം ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആ ചെയ്തതിൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് നല്ല ഉണ്ട്, നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലായി. അതേപോലെ തന്നെ നിങ്ങൾ റിപ്ലൈ തന്നു. കുറേ ആളൊന്നും പറഞ്ഞിരുന്നില്ല, നമുക്ക് ഒരു ഹോൾസെയിലാറ് നമുക്ക് പറഞ്ഞിരുന്നില്ല എന്നെല്ലാം കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു. ഇതേപോലെ തന്നെ എൻ്റെ അവസ്ഥ ഉണ്ടായി. ഞാൻ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചിന് ഹോൾസെയിലുകാർ ഇടുന്ന ഏത് സ്ഥലം എന്ന് പോലും ആരും പറഞ്ഞു തന്നിട്ട. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയാനുള്ള റീസണും. എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിന്. അത് സാധിച്ചു. ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ തന്നെ എല്ലാവരും മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇനിയും നിങ്ങൾക്ക് ഓരോരോ അപ്ഡേഷനായിട്ട് ഞാൻ വരും. അപ്പം നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മാലേൻ്റെത് ചാം നെക്ലേസ് കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആൾക്കാർ. അത് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ മൂവായ ഒരു നെക്ലേസ് എന്ന് പറയാനുള്ളത് ഈ ചാംസിൻ്റെതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മൂവായിട്ടുള്ളത് കാണാൻ പറ്റും തോന്നുന്നു. ചാംസിൻ്റെ ഈ നെക്ലേസ് എനിക്ക് നല്ല മൂവായിട്ടുണ്ട്. എനിക്ക് കുറേ ഓർഡർ കിട്ടിയത് ഈ ചാംസിൻ്റെ ഇതിന്നാണ്. പിന്നെ വരുന്നത് സിംഗിൾ പെൻഡൻ്റ് ആയിട്ട് വരുന്നത് ഇതിലൊന്നും കിട്ടിയിരുന്നു. ചാംസിൻ്റെ ഇങ്ങനത്തെ കുറേ മോഡൽസ് എന്തെങ്കിലുണ്ട്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് തീർന്നു. ഇപ്പോൾ ഓരോ പീസ് 2 പീസല്ലേ ഉള്ളൂ. കുറേ ഹോൾസെയിലായിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് ഹോൾസെയിൽ പർച്ചേസ് ആക്കണം ഞങ്ങൾക്ക് എന്നല്ല പറഞ്ഞിട്ട്. അങ്ങനെ ഹോൾസെയിലായിട്ട് പർച്ചേസ് ആക്കിയത്. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു 3200 സംതിങ്ങിൻ്റെ ഒരു ഹോൾസെയിൽ പർച്ചേസിങ്ങിൻ്റെ ഐറ്റംസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ആൾ എന്നോട് ചോദിച്ചിന് ഈ 3000 സംതിങ്ങിനെല്ലാം പർച്ചേസ് ആക്കിയെങ്കിൽ എത്ര ഉണ്ടാവും എന്നുള്ളത് എന്നോട് കുറേ ആൾ ചോദിച്ചിന്. ഞാൻ കാണിച്ചു തരാം. ഇത് ഒരാൾ ഇപ്പോൾ എനിക്ക് നാളെ ഇത് ഡെലിവറി ചെയ്യാനുള്ളതാണ്, കൊറിയർ അയക്കാനുള്ളത്. ഇത് ഇത്രയും ഐറ്റംസാണ് അവർ 3000 പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാണുന്നുണ്ട്, ഞാൻ ഓരോന്നായി കാണിച്ചു തരാം. അവർ സെലക്ട് ആക്കിയത് 1 2 3 4 5 6 11 റിങ്സാണ് അവർ സെലക്ട് ആക്കിയിട്ടുള്ളത്. 11 റിങ്സ് സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിലേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഈ കഫ് ബാങ്കിൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു പീസ്. ഈ കഫ് ബാങ്കിൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു പീസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഫ് ബാങ്കിൾ, ഇതൊരു കഫ് ബാങ്കിൾ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. മാല ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. 1 പീസ് ഇത് മാല കാണുന്നത്. ഇത് 2 പീസ് ഉണ്ട്. 2 പീസ് അതായത് ഇത് 2 പീസ് ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇത്ര ബ്രേസ്ലെറ്റ്, ഒരു 4 മോഡൽസ് ബ്രേസ്ലെറ്റ് എല്ലാം ഓരോ പീസ് വെച്ചിട്ടുള്ള അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 ബ്രേസ്ലെറ്റ് സെലക്ട് ആക്കിയിട്ടുണ്ട്. മാല, ഇതെല്ലാം മാല തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ എത്ര ഐറ്റംസ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 2 3 4 5 6 7 8 9 10 11 12 13 30 പീസ് 30 ഐറ്റംസ് ആണ് അവർ സെലക്ട് ആക്കിയത്. അത് നമുക്ക് ഒരു റേറ്റ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ആക്കാം. ഇപ്പോൾ അവർ 3000 വേണമെന്ന് പറഞ്ഞിട്ട് 3000 കറക്റ്റ് ആക്കിയിട്ടാണ് അവരിപ്പോൾ 30 ഐറ്റംസ് സെലക്ട് ആക്കിയിട്ടുള്ളത്. 30 ഓരോ വെച്ച് പീസ് വെച്ചിട്ട് 30 ഐറ്റംസ് സെലക്ട് ആക്കിയിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോന്നിന് 120 സംതിങ് ഉള്ള മാലകൾ ഉണ്ടാകുന്നത്. ചിലത് ഇവരുടെ ഡെയിലി 160 സംതിങ്ങിൻ്റെ മാല ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ 120ൻ്റെതാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്, നിങ്ങൾക്ക് അതിനേക്കാൾ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. ഇപ്പം 160ൻ്റെതാണെങ്കിൽ നിങ്ങൾ റേറ്റ് കൂടി പോകും. അങ്ങനെയാണ് ഈ ഹോൾസെയിലിൻ്റെ കണക്ക് വരുന്നത്.
ഇപ്പോൾ ഹോൾസെയിലിന് നിങ്ങൾ കണ്ട പോലെ തന്നെ ഇത് ഇപ്പോൾ നാളെ കൊറിയർ ചെയ്തിട്ട് അയക്കാനുള്ള ഐറ്റംസ് ആണ്. ഇത് എൻ്റെ അടുത്ത് നിന്ന് ഈ കസ്റ്റമർ എൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടാണ് ഈ കസ്റ്റമർക്ക് മെസ്സേജ് ഇട്ടത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് അങ്ങനെ ഹോൾസെയിലറോട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങളാകുമ്പോൾ കോമണായി സംസാരിക്കാൻ പറ്റുമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചതാണ്. ചിലവർക്ക് ഹോൾസെയിൽ ഹിന്ദി സംസാരിക്കുന്നവരോട് അവർ വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറേ ആൾ എൻ്റെ അടുത്ത് തന്നെ ഐറ്റംസ് ചോദിക്കുന്നവരുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയും നമുക്ക് ഹിന്ദി സംസാരിക്കുന്നവർ വേണ്ട, നമുക്ക് മലയാളി ഹോൾസെയിലേഴ്സിനെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ അങ്ങനെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. നമുക്ക് ഹിന്ദി ആയിട്ടാകുമ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചതിന്. പിന്നെ ഹിന്ദി സംസാരിക്കണം എന്നില്ല, നമുക്ക് ഐറ്റംസ് ഏതാണോ ഇപ്പം എനിക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ടല്ല ഞാനിപ്പോൾ അവരുടെ അടുത്ത് നിന്ന് സാധനം എടുക്കുന്നത്. ഞാൻ അവരോട് അവരെന്താക്കും, നമുക്ക് ഓരോ സാധനങ്ങൾ കാണിച്ചു തരലാണ്. അവർ വീഡിയോ കോൾ ചെയ്തിട്ട് ഓരോ സാധനം കാണിച്ചിട്ട് ഇത് വേണോ വേണ്ടോ എന്ന് മാത്രമേ അവർ ചോദിക്കും. പിന്നെ പ്രൈസും പറഞ്ഞു തരും. നമ്മൾ പ്രൈസ് പറയുമ്പോൾ അവർ പ്രൈസ് പറഞ്ഞു തരും. വേറെ ഒന്നും നമ്മൾ അവരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവർ ഓരോ ഐറ്റംസ് നമുക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തന്നിട്ട് അവർ ഇത് വേണോ അങ്ങനെ ചോദിക്കും. വേറെ ഒന്നും നമ്മളോട് ചോദിക്കാനില്ല. അങ്ങനെ ആണ് ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറേയൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വീഡിയോ കോൾ കാണിച്ച് നമ്മൾ ഫേസ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ വീഡിയോ ഓണാക്കി അവർ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് മാത്രമാണ്. എല്ലാവരും എനിക്ക് ഇത് കണ്ടിട്ട് മെസ്സേജ് അയച്ചതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് എൻ്റെ വീഡിയോ ഒന്ന് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത് കുറേ ആൾക്കാർ കാണുന്നുണ്ട്, ആരും ഒരു റിപ്ലൈയോ ഒന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് ഇൻസ്റ്റയിലാണ് മെസ്സേജ് അയക്കുന്നത്. അത് ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഒക്കെ ചെയ്താൽ നമുക്കൊരു സന്തോഷം, ഒരു ഹാപ്പി ആവും. അപ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.